മക്കൾസ്. അപ്പോൾ 11th മക്കൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ചാപ്റ്റർ 3 എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ വളരെ പെട്ടെന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിൽ 2 പാർട്ട് ഉണ്ട്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, ദെൻ പഠിക്കാനുള്ളത് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അപ്പോൾ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഡബറൈനർ ട്രയാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബറൈനർ ക്ലാസിഫൈ ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പിൽ 3 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ 3 എലമെന്റ് ഉള്ള ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ ട്രയാഡ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിച്ചു? ട്രയാഡ്സ് എന്ന് വിളിച്ചു. അപ്പൊ ട്രയാഡ്സ് എന്ന് വെച്ചാൽ 3 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ട്രയാഡ് എന്ന് പറയുന്നത്. ഈ ട്രയാഡിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഇതിൽ മിഡിൽ എലമെന്റ് സോഡിയം ആണ്. ഇതിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് അതർ 2 എലമെന്റ്സിന്റെ അറ്റോമിക് വെയിറ്റിന്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ള എലമെന്റ് എന്ന് പറയുന്നത് സോഡിയം, ലിഥിയവും പൊട്ടാസ്യവും. അതിന്റെ അറ്റോമിക് വെയിറ്റ് ആഡ് ചെയ്യുക by 2. ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ എടുത്താൽ എന്ത് കിട്ടും? 46/2 23 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ട്രയാഡ്സ് എന്ന് വെച്ചാൽ 3 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിൽ മിഡിൽ എലമെന്റ്, അറ്റോമിക് വെയിറ്റ് ഓഫ് ദ മിഡിൽ എലമെന്റ് ഇസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് അതർ 2 എലമെന്റ്സ്. ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂലാൻഡ്സിന്റെ ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഇവിടെയും അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് എലമെന്റിന്റെ സെയിം പ്രോപ്പർട്ടി 8th എലമെന്റ് കാണിച്ചു. ഒക്ടേവ്സ് എന്ന് പറയുമ്പോൾ 8ഉമായിട്ട് റിലേറ്റഡ് അല്ലേ? അപ്പൊ ഫസ്റ്റ് എലമെന്റിന്റെ സെയിം പ്രോപ്പർട്ടി ആര് കാണിക്കുന്നു? 8th എലമെന്റ് കാണിക്കുന്നു. ഇതാണ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അവിടെയും കുറച്ച് എന്തുണ്ടായിരുന്നു? ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാൽഷ്യത്തിന് ശേഷമുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമ്മുടെ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ നോക്കിയപ്പോൾ മെന്റൽ ലീവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമുക്കുള്ളത്. മെന്റൽ ലീവ് അറേഞ്ച് ചെയ്തത് അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ്. ഇവിടെ ഗ്രൂപ്പ് പീരീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളമാണ് ഗ്രൂപ്പ്. ഇതുപോലെ പീരീഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോ ആണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ സിമിലർ പ്രോപ്പർട്ടി ഉള്ള ആൾ ഒരേ ഗ്രൂപ്പിൽ വരും അല്ലെ? സിമിലർ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഒരേ ഗ്രൂപ്പിൽ വരും. അപ്പൊ നമുക്ക് മെന്റൽ ലീവ് പറഞ്ഞ ലോ ഇതാണ്. മെന്റൽ ലീവിന്റെ പീരിയോഡിക് ലോ ഇതാണ്. The physical and chemical properties of elements are the periodic functions of their atomic weight. നിങ്ങൾ അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതാണ് അതിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ. കൃത്യമായ ഇടവേളകളിൽ അത് എന്ത് ചെയ്യും? അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഒന്നുകൂടി ലോ പറയാ. The physical and chemical properties of elements are the periodic functions of their atomic weight ആണ് എന്നാര് പറഞ്ഞു? നമ്മുടെ മെന്റൽ ലീവ് പറഞ്ഞു. മെന്റൽ ലീവിന്റെ ക്ലാസിഫിക്കേഷൻ ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതാണ് മെന്റൽ ലീവിന്റെ ടേബിൾ എന്ന് പറയുന്നത്, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ ഇവിടെ സർട്ടൻ ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെന്താന്ന് വെച്ചാൽ അന്ന് എല്ലാ എലമെന്റ്സിനെയും ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് വരെ ഡിസ്കവർ ചെയ്ത എലമെന്റ്സിനെ മുപ്പർ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. ഇനി ഭാവിയിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള എലമെന്റ്സിനെ പ്ലേസ് ചെയ്യാനാണ് ഞാൻ ഈ സ്ഥലം വിട്ടേക്കുന്നത് എന്നാണ് മെന്റൽ ലീവ് പറഞ്ഞത്. അപ്പൊ അൺഡിസ്കവേർഡ് എലമെന്റ്സിനെ എന്ത് ചെയ്തു? ഗ്യാപ്പ് ലെഫ്റ്റ് ചെയ്തു എന്ന് പറയാം. ഇനി ഭാവിയിൽ കണ്ടുപിടിക്കേണ്ട അവിടെ വരേണ്ട എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി കൂടി പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റി? മെന്റൽ ലീവിന് പറ്റി. ബിക്കോസ് ഒരേ ഗ്രൂപ്പിൽ വരുമ്പോൾ സിമിലർ പ്രോപ്പർട്ടി അല്ലേ? അപ്പം ബാക്കിയുള്ള എലമെന്റ്സിനെ വെച്ചിട്ട് ഇനി കണ്ടുപിടിക്കാത്ത എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി കൂടി പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അതിലുള്ളതാണ് ഗാലിയവും ജർമ്മനിയവും. അന്ന് അതിനെ എക്കാ അലൂമിനിയം, എക്കാ സിലിക്കൺ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തപ്പോൾ അറ്റോമിക് വെയിറ്റിന്റെ ഓർഡറിൽ ഇവിടെയാണ് വരേണ്ടത്. പക്ഷെ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി ഇല്ല. അപ്പം എന്താ മെന്റൽ ലീവ് പറഞ്ഞതെന്നറിയോ? അറ്റോമിക് വെയിറ്റ് തെറ്റാണ് അത്തരം എലമെന്റ്സിന്റെ. അപ്പൊ അറ്റോമിക് വെയിറ്റ് തെറ്റായിട്ടുള്ള ചില എലമെന്റ്സിനെ തിരുത്തി അത് കറക്റ്റ് ചെയ്തു. ഇതൊക്കെ മെന്റൽ ലീവ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. ബിക്കോസ് അവിടെ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. ഹൈഡ്രജന് പ്രോപ്പർ പൊസിഷൻ ഒന്നും ആര് കൊടുത്തില്ല? മെന്റൽ ലീവ് കൊടുത്തില്ല. അതുപോലെ ഐസോടോപ്സിനും പ്രോപ്പർ പൊസിഷൻ ഒന്നും കൊടുത്തില്ല. എന്തിനാ ഐസോടോപ്പിന് പ്രോപ്പർ പൊസിഷൻ കൊടുക്കുന്നത്? അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലല്ലേ അറേഞ്ച് ചെയ്തത് ആണ്. അപ്പോ ഇപ്പൊ ഹൈഡ്രജൻ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ 1H1, 1H2, 1H3, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലെ? അപ്പം ടോപ്പിലുള്ള മാസ് നമ്പർ ഡിഫറെന്റ് ആയാലാണ് എന്ത് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കുക. അപ്പൊ ഹൈഡ്രജൻ മാത്രം മെൻഷൻ ചെയ്താൽ പോരെ, എന്തും പറയണം, അതിന്റെ പല ഐസോടോപ്പിനെയും മെൻഷൻ ചെയ്യണം. ഹൈഡ്രജന് മാത്രം ഒരു സ്ഥലം കൊടുത്താൽ മതിയോ? അല്ല, എന്ത് ചെയ്യണം? ഹൈഡ്രജന്റെ 1H1 കൊടുക്കണം, പ്രോട്ടിയത്തിന് കൊടുക്കണം, ഡ്യൂട്ടീരിയത്തിന് കൊടുക്കണം, ട്രിഷ്യത്തിന് കൊടുക്കണം. അപ്പൊ നോ പ്രോപ്പർ പൊസിഷൻ ഫോർ ഐസോടോപ്സ്. അതുപോലെ കെമിക്കലി ഡിസിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ ഒരേ ഗ്രൂപ്പിൽ എടുത്ത് വെക്കുകയും ചെയ്തു മെന്റൽ ലീവ്. ഇനി നോക്കുകയാണെങ്കിൽ ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും പ്രോപ്പർ പൊസിഷൻ ഒന്നും കൊടുത്തില്ല.
അതുപോലെ പീരിയോഡിക് ടേബിളിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് ഒന്നും മെൻഷൻ ചെയ്യാനായിട്ടും മെന്റലീവിന് പറ്റിയില്ല. അപ്പോഴാണ് നമ്മുടെ ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിളുമായിട്ട് വരുന്നത്. അപ്പൊ മെന്റലീവ് അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ നമ്മുടെ ഹെൻറി മോസ്ലി അറേഞ്ച് ചെയ്തത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? The physical and chemical properties of elements are the periodic functions of their atomic number എന്ന് പറയാം. അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ കൃത്യമായ ഇടവേളകളിൽ അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യും. The physical and chemical properties of elements are the periodic functions of their atomic number. ഇതാണ് നമ്മുടെ ഹെൻറി മോസ്ലിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പല ബ്ലോക്ക് ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക്, ഗ്രൂപ്പ് 1 and 2, 13 to 18 ആണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്, 3 to 12 ആണ് ഡി ബ്ലോക്ക്. ദെൻ ഇവിടെ വരുന്ന ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിനെ നമുക്ക് ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കാം. ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ഇങ്ങോട്ടേക്കാണ് പി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. അതുപോലെ ഈ ട്രാൻസിഷൻ എലമെന്റിന് ഇടയ്ക്ക് വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ഇവിടെ ലാന്തനോയിഡും ആക്ടിനോയിഡുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എന്ന് കൂടി വിളിക്കൂ കേട്ടോ. അപ്പൊ ഇതാണ് ഏകദേശം നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ് ഗ്രേറ്റർ ദാൻ ദെയർ അറ്റോമിക് നമ്പർ 100. 100ന് മുകളിലുള്ള എലമെന്റ്സിന്റെ എന്ത് ചെയ്യാനായിട്ട് അവരുടെ നെയിമിങ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് ഒരു 1 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതറിയാനായിട്ട് നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. 0 ആണ് നമ്പർ എങ്കിൽ നിൽ എന്ന് പേര് കൊടുക്കണം. 1 ആണെങ്കിൽ UN, then 2 ആണെങ്കിൽ ബൈ, 3 ട്രൈ, ക്വാഡ്, പെൻസ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്, എൻ. ഇതൊന്ന് പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് 101ന്റെ പേര്. 1ന് എന്താ നമ്മൾ വിളിക്കുക? UN അല്ലെ, UN. Then again 0 ആണ്, അപ്പൊ നിൽ, UN, നിൽ. Then again UN വന്നു. അപ്പൊ നമ്പറിനനുസരിച്ച് ആ പേരും കൊടുക്കുക. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യാന്നറിയോ? IUM കൂടി ആഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയി. അപ്പൊ 1 മാർക്കിനുള്ള ക്വസ്റ്റൻ ആണ് മിസ് ഇപ്പൊ പറഞ്ഞു തന്നത്. അപ്പൊ 108 പെട്ടെന്ന് കമന്റ് ചെയ്തേ. 108 എന്ന് പറയുമ്പോൾ എന്താ വരിക? UN, then 0 എന്ന് പറയുമ്പോൾ നിൽ അല്ലെ, നിൽ. Then 8 എന്ന് പറയുന്നത് എന്താ? 8 എന്ന് പറയുന്ന ഒക്ട് ആണ് അല്ലെ, ഒക്ട് എന്ന് എഴുതുക. Then IUM എന്ന് കൊടുക്കാം. ഓക്കെ, സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് പാർട്ടാണ് പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചില പ്രോപ്പർട്ടീസിൽ പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവാണ്. 4 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റോമിക് റേഡിയസിൽ നിന്നാണ്. എന്താണ് അറ്റോമിക് റേഡിയസ്? സിംപ്ലി എന്താണ് ഒരു ആറ്റത്തിന്റെ റേഡിയസ്? അതിന്റെ സെന്റർ ടു സർക്കംഫറൻസ് വരെ അല്ലെ, സർക്കംസ്റ്റൻസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അത് തന്നെയാണ് നമ്മുടെ ആറ്റത്തിന്റെ കേസിലും. ആറ്റത്തിന്റെ സെന്ററിൽ ആരായിരിക്കുക? ന്യൂക്ലിയസ് അല്ലെ. അപ്പൊ ന്യൂക്ലിയസിന്റെ സെന്റർ ടു ഔട്ടർ മോസ്റ്റ് ഷെൽ, എവിടെയാണോ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലായ ഷെല്ല്, അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി ഒന്ന് ഡിഫൈൻ ചെയ്തേ. ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ന്യൂക്ലിയസ് ടു ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ഇലക്ട്രോൺ. ഇതാണ് അറ്റോമിക് റേഡിയസ്. ഇനി നോക്കുകയാണെങ്കിൽ അറ്റോമിക് റേഡിയസിന്റെ ട്രെൻഡ് നമുക്കറിയണം. പീരീഡിൽ എന്താ ഇതിന്റെ ട്രെൻഡ്? ഈ ട്രെൻഡ് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? ഗ്രൂപ്പിൽ എന്താണ് ഇതിന്റെ ട്രെൻഡ്? അപ്പൊ നമുക്ക് ഫസ്റ്റ് പീരീഡിൽ നോക്കാം. അപ്പൊ ലിഥിയം, ബെർലിയം, ബോറോൺ നമ്മുടെ സെക്കൻഡ് പീരീഡിൽ വരുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പറും അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മിസ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് 2 ഷെൽ അല്ലെ. അപ്പൊ സെന്ററിൽ ന്യൂക്ലിയസ്, 2 ഷെൽ, 1, 2. ഇയാൾക്കും സെയിം സെന്ററിൽ ന്യൂക്ലിയസ്, 2 ഷെല്ല്. ഓക്കെ, ഇയാൾക്കും സെയിം സെന്ററിൽ ന്യൂക്ലിയസ്, 2 ഷെല്ല്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? 3 പേരുടെയും ഇനി അങ്ങോട്ട് ആരൊക്കെ ഉണ്ടോ അവരുടെ ഒക്കെ സൈസ് സെയിം ആയിട്ടിരിക്കൂലേ? കാര്യം 2 ഷെല്ലല്ലേ ഉള്ളൂ, അപ്പൊ ഒരുപോലല്ലേ ഇരിക്കുള്ളൂ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയല്ല ഇവരുടെ എന്ത് വരുന്നത്, സൈസ് വരുന്നത്. പറഞ്ഞുതരാം മിസ്, നോക്കിക്കോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ലിഥിയത്തിന്റെ കയ്യിൽ 3 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ, 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ട്? 3 പ്രോട്ടോൺ ഉണ്ട്. ഇയാളുടെ ഉള്ളിലോ 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 4 പ്രോട്ടോൺ ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയസിനുള്ളിൽ 5 പ്രോട്ടോൺ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങോട്ട് പോകും തോറും ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിയസിന്റെ എണ്ണം കൂടി വരിക, ന്യൂക്ലിയർ ചാർജ് കൂടി വരിക. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ എന്താ പ്രശ്നം? ന്യൂക്ലിയർ ചാർജ് കൂടുകയാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആളുടെ പവർ കൂടുകയാണ്, മൊത്തം ഇലക്ട്രോണിനെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഷെല്ലിന്റെ എണ്ണം 2 ആണെങ്കിലും അങ്ങോട്ട് പോകുന്തോറും അവർ ചേർത്ത് വെച്ച് സൈസ് കുറഞ്ഞു വരും. അപ്പൊ അങ്ങോട്ട് പോകുന്തോറും നമ്മൾ സൈസ് എങ്ങനെ വരയ്ക്കും? ഇത് ന്യൂക്ലിയസ്, 2 ഷെല്ല്, ഇത് ന്യൂക്ലിയസ്, 2 ഷെല്ല്. അങ്ങോട്ട് പോകുന്തോറും സൈസ് കുറഞ്ഞു വരും. ബിക്കോസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഇലക്ട്രോൺ സെയിം ഷെല്ലിൽ
തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, സൈസ് കുറയും. ഇതാണ് നമ്മുടെ പീരീഡിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പിലേക്ക് വരാം. ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് മിസ് എടുത്തിരിക്കുന്നത്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. നോക്കുകയാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് അല്ലെ. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഷെല്ല്, കെ ഷെല്ലും എൽ ഷെല്ലും. ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഷെല്ല്, താഴെ നോക്കുകയാണെങ്കിൽ 4 ഷെല്ല്. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടി. അപ്പൊ ന്യൂക്ലിയസിനുള്ളില് ഇവിടെ നോക്കുകയാണെങ്കിൽ 3 പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ 19 പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോണിന്റെ എണ്ണം കൂടി വരുന്നുണ്ട്, പക്ഷെ ഷെല്ലും അതിനനുസരിച്ച് കൂടി വരിക. അപ്പൊ ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള ആ ന്യൂക്ലിയസിന്റെ ആ പരിധിയും കഴിഞ്ഞു പോവാ, ഷെല്ല് കൂടി വരിക. അപ്പൊ എന്താ പറയാ? നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ് വിച്ച് പ്രീഡോമിനേറ്റ്സ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അപ്പൊ ന്യൂക്ലിയസിന് പിടിച്ചെടുത്താൻ പറ്റുന്നതിലും ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാ? ഷെല്ല് കൂടി വരികയാണ്. അപ്പൊ പീരീഡിൽ നമ്മുടെ സൈസ് കുറഞ്ഞു വരികയാണ്. പീരീഡിൽ എന്ത് ചെയ്യാണ്? സൈസ് ഡിക്രീസസ് ഡ്യൂ ടു എന്താ? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. നമ്മുടെ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ സൈസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്ത് വരികയാണ്, ബിക്കോസ് നമ്പർ ഓഫ് ഷെൽ ഈസ് ഇൻക്രീസിങ്. ഇത് ഫസ്റ്റ് ട്രെൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് റേഡിയം എന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺസെപ്റ്റ് ആണ് അയോണിക് റേഡിയം. ഓക്കെ, അയോണിക് റേഡിയം എന്ന് പറയുമ്പോൾ അയോൺസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും അയോൺ ആവുക? ഒന്നുകിൽ ഇലക്ട്രോൺ പോകുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ. ഇലക്ട്രോൺ പോയാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ എന്താകും? അതൊരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ഇപ്പം Ca2+ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കാൽഷ്യം 2 ഇലക്ട്രോൺ നഷ്ടമായത്, അതാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി ആനയോൺ ഉണ്ട്. ആനയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതാണ്. Cl- എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഗെയിൻ ചെയ്തത്, അതാണ് ആനയോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിൽ എന്താ സൈസ് എന്ന് നോക്കാം. അപ്പം ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ സൈസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ സെയിം സൈസ് ആണോ അത് കാറ്റയോൺ ആകുമ്പോ അല്ലെങ്കിൽ അത് ആനയോൺ ആകുമ്പോ എന്നൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ മിസ് എടുക്കുകയാണ്, എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം. വെറുതെ ആളുടെ കയ്യിൽ 10 ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, 10 ഇലക്ട്രോൺ ഉണ്ട്. എത്ര പ്രോട്ടോൺ ഉണ്ട്? അത്ര തന്നെ പ്രോട്ടോണും ഉണ്ടായിരിക്കും. അത് ആനയോൺ ആകുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ സപ്പോസ് ഒരു ഇലക്ട്രോൺ തന്നെ ഗെയിൻ ചെയ്തു. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ X- ആയി അല്ലെ. എക്സ് എന്ന് പറയുന്നത് എന്താകും? നെഗറ്റീവ് അയോൺ ആകും, X- ആകും. ഇപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11 ഇലക്ട്രോൺ ഉണ്ട്. എത്ര പ്രോട്ടോൺ ഉണ്ട്? 10 പ്രോട്ടോൺ തന്നെ. പ്രോട്ടോൺ അല്ലല്ലോ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, ഇലക്ട്രോൺ മാത്രമല്ലേ ആണ്. ഇനി ഇത് ഇലക്ട്രോൺ നഷ്ടമായാൽ എന്താകും? X+ ആകും. അപ്പൊ 10 എന്ന് പറയുന്ന ഇലക്ട്രോൺ 9 ഇലക്ട്രോൺ ആകും. പ്രോട്ടോണിന് മാത്രം മാറ്റമൊന്നുമില്ല, 10. അപ്പൊ നോക്കിക്കോ, നേരത്തെ 10 പ്രോട്ടോണിന് 10 ഇലക്ട്രോണിനെ ചേർത്ത് വെച്ചാൽ മതിയായിരുന്നു അല്ലെ, അട്രാക്ട് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ 10 പ്രോട്ടോണിന് 11 പേരെ നോക്കണം. 10 പ്രോട്ടോൺ ഉള്ളിൽ ഇരിക്കുകയാണ്, അയാൾക്ക് 11 പേരെ അട്രാക്ട് ചെയ്ത് വെക്കണം. അപ്പൊ പറ്റുമോ? ഇല്ല. എല്ലാരെയും നോക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഓരോരുത്തർക്കും കൊടുക്കുന്ന അറ്റൻഷൻ കുറയില്ലേ? ഒരാളും കൂടെ കയറി വന്നു, അപ്പൊ ഓരോരുത്തരും കൊടുക്കുന്ന അറ്റൻഷൻ കുറയില്ലേ? അപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കുറയും. ആ അറ്റൻഷൻ കുറഞ്ഞാൽ അവർക്ക് എത്ര ദൂരം വേണമെങ്കിലും പോവാം, എന്ത് ചെയ്യാം? പോവാം. അപ്പൊ എന്ത് ചെയ്യും? സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി നോക്കിക്കോ, ഇവിടെ 9 പേർക്ക് 10. നേരത്തെ 10 പേര് 10 ഇലക്ട്രോൺ 10 പ്രോട്ടോൺ 10 ഇലക്ട്രോണിനെ നോക്കണമായിരുന്നു. അതിൽ നിന്ന് ഒരാൾ പോയി. അപ്പൊ അയാൾക്ക് കൊടുത്ത അറ്റൻഷനും കൂടെ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് കുറച്ചും കൂടി പിടിച്ചു വെക്കാം അല്ലെ, ചേർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? സൈസ് കുറയും. അപ്പൊ മക്കളെ പഠിച്ചു വെക്കുക, ആനയോൺ ഗ്രേറ്റർ ആയിരിക്കും, കാറ്റയോൺ എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പൊ നോക്കിക്കോ, ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കരുത്. കാറ്റയോൺ സ്മോളർ ദാൻ, കാറ്റയോൺ എന്ന് പറയുന്നത് സ്മോളർ ദാൻ എന്തായിരിക്കും? പേരന്റ് ആറ്റം ആയിരിക്കും. ഡ്യൂ ടു എന്താ? ഡ്യൂ ടു റീസൺ ഇവിടെ പറയുന്നുണ്ട്, addition of electron result in increase in electron repulsion and decrease in effective nuclear charge. ഒരു പോയിന്റ് കൂടി പഠിക്കാം, എന്താ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടും. റിപ്പൾഷൻ കൂടിയാലും ആ സൈസ് കൂടുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രെൻഡിലേക്ക് പോവാം. അയണൈസേഷൻ എൻതാൽപ്പിന്റെ ട്രെൻഡ് എന്താ ഗ്രൂപ്പിലും പീരീഡിലും? അതിന് മുന്നേ നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് പഠിച്ചു വെക്കാം. ദേ മിസ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് പോലെ ഇലക്ട്രോണിനെ കൊണ്ടുപോവാൻ എന്ത് ചെയ്യണം? ഔട്ടർ മോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് എഫേർട്ട് ഇടണം? നമ്മൾ എത്ര എനർജി കൊടുക്കണം? അതാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഓക്കെ, അപ്പൊ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഇലക്ട്രോണിനെ കൊണ്ടുപോവാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം.
ഇനി ഓൾറെഡി റിമൂവ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയ ഒരു ആറ്റത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഇലക്ട്രോണിനെ കൊണ്ടുപോകാനായിട്ട് കൊടുക്കേണ്ട അയണൈസേഷൻ എൻതാൽപ്പി ആണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഇതൊന്ന് മൈൻഡിലിരിക്കണേ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ട്രെൻഡ് മനസ്സിലാക്കാം. അപ്പം ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആറ്റത്തിന്റെ സൈസ്. അപ്പൊ നോക്കിക്കോ, ഇതാണ് ഇത് ന്യൂക്ലിയസ്, ഇതാണ് ഒരു ആറ്റം എന്ന് വിചാരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിനെയാണ് എനിക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് മറ്റൊരു ന്യൂക്ലിയസ്, മറ്റൊരു ആറ്റമാണ്. ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിനെയാണ് എനിക്ക് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിക്കാം. ഇതിൽ ഏതിലായിരിക്കും ഈസി ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുക? ഇവിടെ നോക്കുകയാണെങ്കിൽ അയാൾ ചേർത്ത് വെച്ച് പിടിച്ചു നിൽക്കുകയാണല്ലേ, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഇലക്ട്രോണിനെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ന്യൂക്ലിയസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടണം. അപ്പൊ ഇവിടെ അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസ് തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസ് അറിയാണ്ട് പെട്ടെന്ന് ഇങ്ങ് എടുത്തോണ്ട് പോകാം അല്ലെ, കുറച്ച് എഫേർട്ട് മതി. അപ്പൊ ഇവിടെ കുറച്ച് അയണൈസേഷൻ എൻതാൽപ്പി മതി. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കൂടിയാൽ ഈസി ആയിട്ട് ന്യൂക്ലിയസ് അറിയാതെ കൊണ്ടുപോകാൻ പറ്റും, അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ഇനി സെക്കൻഡ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇവിടെ 10 പേര് നിന്ന് നോക്കുന്ന പോലെയാണോ 2 പേര് നിന്ന് നോക്കുന്നത്? ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഉള്ളിലുള്ള ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിയാൽ, പവർ കൂടിയാൽ നമുക്ക് ഡിഫിക്കൾട്ട് ആയിരിക്കും കൊണ്ടുപോകാനായിട്ട്. ഉള്ളിൽ വലിയ ആളൊന്നും ഇല്ല, പ്രോട്ടോൺ ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് ഷീൽഡിംഗ് എഫക്റ്റ് ഓർ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസില് ഇന്നർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇന്നർ ഇലക്ട്രോൺസ് ഇവിടെ ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. ഇവിടെ ഒരു ഷീൽഡ് ഉണ്ടാക്കി വെക്കും. ആ ഷീൽഡ് കാരണം എന്ത് ചെയ്യില്ല? ന്യൂക്ലിയസ് ഔട്ടർ ഇലക്ട്രോണിനെ കാണില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ഇലക്ട്രോണിനെ കൊണ്ടുപോകാം. നമുക്ക് എന്ത് മതി? എഫേർട്ട് കുറച്ച് മതി. അപ്പൊ ഷീൽഡിംഗ് എഫക്റ്റ് കൂടിയാൽ, അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്നും പറയൂ കേട്ടോ, സ്ക്രീനിങ് എഫക്റ്റ് കൂടിയാൽ ഈസി ആയിട്ട് കൊണ്ടുപോകാം, അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ഇനി ഒരെണ്ണമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ ആണെങ്കിൽ അവർ മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഇലക്ട്രോണിനെ തരുമോ? ഇല്ല. അപ്പൊ നമ്മൾ കൂടുതൽ എഫേർട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെയും അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആയിരിക്കും. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ മറക്കരുത്. അപ്പൊ ഇനി ആറ്റത്തിന്റെ സൈസ് വെച്ചിട്ട് അയണൈസേഷൻ എൻതാൽപ്പിന്റെ ട്രെൻഡ് പറയാം. ആറ്റത്തിന്റെ സൈസ് അങ്ങോട്ട് പോകുന്തോറും പീരീഡിൽ കുറയും എന്നാ പഠിച്ചത് അല്ലെ. അപ്പൊ പീരീഡിൽ സൈസ് കുറയുകയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ അടുത്തിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ, കൊണ്ടുപോകാൻ ഡിഫിക്കൽട്ട് ആണ് അല്ലെ. അപ്പൊ അങ്ങോട്ട് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും. ഇനി ഗ്രൂപ്പിലാണെങ്കിൽ താഴേക്ക് വരുന്നതോറും സൈസ് കൂടുകയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഇലക്ട്രോണിന്റെ ഗ്യാപ്പ് എന്താ? കൂടുകയാണ്. ഈസി ആയിട്ട് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്ന് പറയാം. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോ. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ഹയർ ദാൻ തേർഡ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിനേക്കാൾ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ഹയർ ദാൻ 13th ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നോക്കിക്കോ, ബെറിലിയവും ബോറോണും ആണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ബെർലിയവും ബോറോണും എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. 1s2 2s2 1s2 2s2 2p1. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ? ഇങ്ങോട്ട് വരുന്നോറും ബെർലിയം ബോറോൺ എന്ന് പറയുമ്പോൾ ബെറിലിയം ബോറോൺ, അപ്പൊ ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാരാ. പീരീഡിൽ വരുന്നതെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്തോറും എന്താ ചെയ്യുക? നോർമലി പീരീഡിൽ അങ്ങോട്ട് പോകുന്തോറും സൈസ് കുറയാണ്, അയണൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അതൊരു എക്സെപ്ഷണൽ കേസാണ്. നോക്കിയാൽ ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. ഇനി ബോറോൺ എന്ന് പറയുന്നത് 1s2 2s2 2p1 ആണ്. ഇയാൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുവോ? അവിടുന്ന് ഇലക്ട്രോണിനെ കൊണ്ടുപോകാനാണോ? ഇത് പോയാൽ ഇയാൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, കുറച്ച് സ്റ്റേബിൾ ആകും. അവിടുന്ന് കൊണ്ടുപോകാനാണോ ഈസി? ബോറോണിന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാനാണ് ഈസി അല്ലെ. അപ്പൊ അങ്ങോട്ട് പോകുന്തോറും ജനറൽ ട്രെൻഡ് എന്താ? അയണൈസേഷൻ എൻതാൽപ്പി കൂടുമെങ്കിലും ഈ കേസിൽ ഡ്യൂ ടു കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺ, അപ്പൊ റീസൺ പഠിക്കുക. ഡ്യൂ ടു കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺ എന്താ? അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ആർക്കായിരിക്കും കുറവ്? ബോറോണിനായിരിക്കും കുറവ്, ബെർലിയത്തിന് കുറച്ചുകൂടി ഉണ്ടാവും. ഇനി ഈ സെയിം കേസാണ് നൈട്രജന്റെയും ഓക്സിജന്റെയും കേസിൽ വരുന്നത്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്, ഓക്സിജന്റെ 8 ആണ്, 1s2 2s2 2p3 ആണ്, 1s2 2s2 2p4 ആണ്. പിയില് മാക്സിമം ഇലക്ട്രോൺ 6 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ നൈട്രജനിൽ അതിൽ ഹാഫ് 3 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ മൂപ്പർ എന്താ? ഹാഫ് ഫിൽഡ് ആയിട്ടിരിക്കുക. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടിരിക്കുക.
ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടിരിക്കുക. അപ്പൊ നൈട്രജൻ ഓക്സിജൻ അങ്ങോട്ട് പോകുന്നതോറും നമ്മൾ എന്താ വിചാരിക്കുക, ഓക്കെ അയണൈസേഷൻ എന്താൽപ്പി ഓക്സിജൻ ആയിരിക്കും കൂടുതൽ അക്കോർഡിംഗ് ടു ദ ട്രെൻഡ്. പക്ഷെ എന്തുണ്ട്, ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഡ്യൂ ടു ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ആണോ, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ആണോ കൂടുതൽ എന്ന് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് വെച്ചാൽ എന്താണ്, ഒരു 10 ഇലക്ട്രോൺ ഇരിക്കുന്ന ആ ഒരു ആറ്റത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോണിനെ കൊണ്ടുപോയി. ഇപ്പൊ ആളുടെ കയ്യിൽ 9 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യം 10 ഇലക്ട്രോൺ 10 പ്രോട്ടോൺ, ഇപ്പോഴോ 9 ഇലക്ട്രോൺ 10 പ്രോട്ടോൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി വീണ്ടും ആ സെയിം പോയ ആറ്റത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഓൾറെഡി ഇലക്ട്രോൺ പോയ ആറ്റത്തിൽ നിന്ന്, ഇലക്ട്രോൺ പോയാൽ എന്താവും, പോസിറ്റീവ് അയോൺ ആവും അല്ലെ. ആ പോസിറ്റീവ് അയോണിൽ നിന്ന് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിനെ കൊണ്ടുപോവാണ്. 9 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഇരിക്കുന്നതിൽ നിന്ന് വീണ്ടും ഇലക്ട്രോണിനെ കൊണ്ടുപോവാണ്. ഏതായിരിക്കും ഡിഫിക്കൾട്ട്? നേരത്തെ 10 ഇലക്ട്രോൺ 10 പ്രോട്ടോണിനെ നോക്കിക്കൊണ്ടിരിക്കാം, അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൊണ്ടുപോയി. ഇപ്പം 9 ഇലക്ട്രോണിനെ 10 പ്രോട്ടോൺ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറച്ചും കൂടി ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ചേർത്ത് വെച്ചേക്കാം. ഇവിടുന്ന് ഇലക്ട്രോണിനെ കൊണ്ടുപോകാൻ എന്തായിരിക്കും, ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടി എഫേർട്ട് നമ്മൾ ഇടണം അല്ലെ. അപ്പൊ ഡ്യൂ ടു എന്താ, ഇവിടെ വന്നപ്പോഴത്തേക്കും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് കൂടി. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിയപ്പോ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പിയും കൂടി. മക്കളെ, ഇനി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം. ആറ്റമോ സ്പീഷീസോ ആയിക്കോട്ടെ, അതിന് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ അലൂമിനിയം 3+. എത്രയാ, അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആ. 3+ എന്ന് പറഞ്ഞാൽ 3 പോയത് 10, 1s2 2s2 2p6. ഇനി Mg2+, മഗ്നീഷ്യത്തിന്റെ 12 ആണ്, 2 പോയാൽ 10 ആവും അല്ലെ, 1s2 2s2 2p6. നോക്കുകയാണെങ്കിൽ ഈ സ്പീഷീസിനൊക്കെ എന്താണ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇതുപോലെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആൾക്കാരെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ പിക്ക് ചെയ്യാനായിട്ട് വരും. അപ്പൊ അറ്റോമിക് നമ്പർ നോക്കുക, ആർക്കൊക്കെ സെയിം ഇലക്ട്രോൺ ഉണ്ട് എന്നൊന്ന് നോക്കുക. നെക്സ്റ്റ്, ഇനി അടുത്ത ട്രെൻഡിലേക്ക് നമ്മൾ വരാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട്. അയണൈസേഷൻ എന്താൽപ്പി ഇലക്ട്രോൺ പോവാൻ എടുത്തതാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ നേടുമ്പോൾ. അപ്പൊ ഇലക്ട്രോണിനെ കൊണ്ടുപോവാൻ, നമുക്ക് കൊണ്ടുപോകാൻ നമ്മളല്ലേ അങ്ങോട്ട് ഒരു എഫേർട്ട് ഇട്ടത് ആണ്, നമ്മളല്ലേ അങ്ങോട്ട് ഒരു എനർജി കൊടുത്തത് ആണ്. ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൊടുക്കണ്ട, ആറ്റം എന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്യും. അപ്പം എന്താൽപ്പി ഡിഫറൻസ്, എന്താൽപ്പി ചേഞ്ച് when an electron is added to an isolated gaseous atom. അപ്പൊ എന്താൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. അപ്പം ഇതിന് ഓൾറെഡി ഒരു എനർജി ബിഫോർ ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ ആറ്റം ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു എനർജി ഉണ്ടായിരുന്നു. റിലീസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഒരു എനർജി ഉണ്ടാകും. ഇതിന്റെ ചേഞ്ച് ആഫ്റ്റർ മൈനസ് ബിഫോർ, ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണല്ലോ എപ്പോഴും എടുക്കുക. ഇതായിരിക്കും എന്താൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആഫ്റ്റർ എനർജി എന്തായാലും കുറവായിരിക്കും, ബിക്കോസ് റിലീസ് ചെയ്തല്ലോ. ഇതെന്തായിരിക്കും, ഹൈ വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓൾവേസ് നെഗറ്റീവ് ആണ്. അത് മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്താ, ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. മോർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്തു എന്നാണ്. ലെസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത് എന്നാണ് മീൻ ചെയ്യുക. ഇനി ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഒന്ന്, ആറ്റത്തിന്റെ സൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ സൈസ് ഇത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ നോക്കുന്നത്. ഇതാണ് ഇതിന്റെ സൈസ് എന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോണിനെ കൊണ്ടുവച്ചാൽ ഇയാളല്ലേ അട്രാക്ട് ചെയ്യേണ്ടത്, ആര്, ന്യൂക്ലിയസ്. അപ്പൊ ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൾ അട്രാക്ട് ചെയ്തുകൊണ്ട് പോയിക്കോളും. ഇവിടെ കൊണ്ടുവച്ചാലോ ഡിഫിക്കൾട്ട് ടു അട്രാക്ട് അല്ലെ, കുറച്ച് സൈസ് കൂടുതലാ. അപ്പൊ പെട്ടെന്നൊന്നും അട്രാക്ട് ചെയ്യില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫിക്കൾട്ട് ആണ്, ഇവിടെ കുറവാണ്. അപ്പം ആസ് ദ അറ്റോമിക് സൈസ് ഇൻക്രീസസ്, എന്ത് ചെയ്യാണ്, സൈസ് ഇൻക്രീസ് ചെയ്താൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ആവാണ്. ഡിഫിക്കൾട്ട് മീൻസ് ലെസ് നെഗറ്റീവ് ആവാണ്. ഇനി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഇതിനുള്ളിലുള്ള ആളുടെ പവർ കൂടുതലാണെങ്കിൽ എവിടെ ഇലക്ട്രോണിനെ കൊണ്ടുവച്ചാലും പെട്ടെന്ന് അങ്ങ് അട്രാക്ട് ചെയ്തോളും അല്ലെ. ഉള്ളിലുള്ള ആൾക്ക് വലിയ പവർ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ അട്രാക്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സെപ്ഷണൽ കേസ് ആണ് ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും. അപ്പൊ ഫ്ലൂറിൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്, 27 ആണ് അല്ലെ. 1s2 2s2 1s2 2s2 2p6 then 3s2 ഓക്കെ 1s. ഓക്കെ നമ്മൾ ക്ലോറിന്റെ എഴുതിയത്. ഓക്കെ നോക്കിക്കോ, 1s2
7 അല്ലേ 9 അല്ലേ 1s2 2s2 2p എത്ര വരും 2p ഓക്കെ 2p 5 എന്ന് വരും റൈറ്റ്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലോറിൻ എന്ന് പറയുന്നത് എത്രയാണ് 17 ആണ് അല്ലേ. അപ്പോൾ 1s2 2s2 2p6 3s2 3p എത്ര വരും 3p 5 എന്ന് വരും കറക്റ്റ്. 10 5 7 5 17 ഓക്കെ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിന്റെ കേസിൽ 2p-യിലേക്കാണ് നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക. ക്ലോറിന്റെ കേസിൽ 3p-യിലേക്കാണ് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക. അപ്പൊ ഫ്ലൂറിൻ ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരല്ലേ. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നവരും സൈസ് കൂടാണ് അല്ലെ, സൈസ് കൂടാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഇവിടെ ഇലക്ട്രോണിനെ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് അട്രാക്ട് ചെയ്യോ. ഇവിടെയാണ് മിസ് ഇലക്ട്രോണിനെ കൊണ്ടുവച്ചാൽ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യും അല്ലെ, ഈസി ആണ്. ഇവിടെയോ, ഇവിടെ കൊണ്ടുവച്ചാൽ ഡിഫിക്കൾട്ട് ആണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലൂറിനാണ് എന്ത് ലെസ് നെഗറ്റീവ്. ഈസി ആണെങ്കിൽ മോർ നെഗറ്റീവ് അല്ലെ, ഈസി ആണെങ്കിൽ മോർ നെഗറ്റീവ്. അപ്പൊ ഫ്ലൂറിനാണ് മോർ നെഗറ്റീവ്, ദെൻ ക്ലോറിനാണ് ലെസ് നെഗറ്റീവ് എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതെന്താ റീസൺ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഫ്ലൂറിന്റെ കേസിൽ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യേണ്ടത്, 2p-യിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. 2p 3p ആർക്കാ സൈസ് കുറവ്, 2p-ക്കാണ് സൈസ് കുറവ്. സൈസ് കുറഞ്ഞാൽ എന്താ പ്രശ്നം, സൈസ് കുറഞ്ഞാൽ അവിടേക്ക് ഇലക്ട്രോൺ വന്നിരിക്കുമ്പോൾ റിപ്പൽഷൻ ഉണ്ടാകും. ബെഞ്ചിന്റെ സൈസ് കുറവാ, അവിടേക്ക് ഒരു ഇലക്ട്രോണോട് ഒരാളെയും കൂടെ കൊണ്ടുവച്ചാൽ എന്താ അടി ഉണ്ടാവും അല്ലെ, റിപ്പൽഷൻ ഉണ്ടാകും. 3p എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സൈസ് കൂടുതലാ, അവിടെ വന്നിരുന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ദേ റീസൺ പഠിച്ചു വെക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ് ദാൻ ക്ലോറിൻ ആണ് ഡ്യൂ ടു സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ. അതുപോലെ തന്നെ 2p-യിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തും ഉണ്ടാകും, ഗ്രേറ്റർ റിപ്പൽഷനും ഉണ്ടാകും. ഇനി നോക്കുകയാണെങ്കിൽ ട്രെൻഡ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, എന്താ താഴേക്ക് വരുന്നോറും സൈസ് കൂടി വരികയാണ്. ദാറ്റ് മീൻസ് ഗെയിൻ ചെയ്യാൻ പാടാണ് അല്ലെ. അപ്പൊ ഡിക്രീസ് ദ ഡൗൺ ദ ഗ്രൂപ്പ് ആൻഡ് അങ്ങോട്ട് പോകുന്നോറും ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഒരു ട്രെൻഡും കൂടി പഠിച്ച് നമ്മൾ നിർത്തുകയാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ട്രെൻഡ്. എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് കോവാലൻ ബോണ്ട് ഒക്കെ, ഷെയറിംഗ് ത്രൂ ഇലക്ട്രോൺ ബോണ്ടിൽ വരുന്ന ആൾക്കാർ. അപ്പൊ ഷെയറിങ്ങിന് വേണ്ടി വന്ന ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആദ്യം വന്നിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരാൾ അയാളുടെ അടുത്തേക്ക് വലിച്ചു വെക്കും. ഇപ്പം HM Cl ഹൈഡ്രജനും ക്ലോറിനും രണ്ടുപേർക്കും ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ ആള് ഹാപ്പി ആവും. അപ്പൊ എന്ത് ചെയ്യും, രണ്ടുപേരും എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് വന്ന ഇലക്ട്രോൺ കുറച്ച് കഴിയുമ്പോൾ ക്ലോറിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഷെയർ ചെയ്ത പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി. ആൻഡ് ഇതിന്റെ ഫാക്ടേഴ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ സൈസ്, അപ്പൊ ന്യൂക്ലിയസും അടുത്ത് വന്നിരിക്കുന്ന ഇലക്ട്രോണും നമ്മൾ വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇയാൾ നന്നായിട്ട് അട്രാക്ട് ചെയ്യും അല്ലെ, പെട്ടെന്ന് എടുത്തുകൊണ്ടങ്ങ് പോകും. ദെൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അത് കൂടിയാൽ എന്ത് ചെയ്യും, ആളുടെ പവർ കൂടി പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും എന്ത് ചെയ്യും, കൂടും. ആറ്റത്തിന്റെ സൈസ് കൂടിയാൽ എന്ത് ചെയ്യും, ഡിഫിക്കൾട്ട് അത് കാണില്ല, അത് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കുകയാണെങ്കിൽ ട്രെൻഡ് നമുക്ക് നോക്കാം. സൈസ് വെച്ച് തന്നെ ട്രെൻഡ് പറയാം. അങ്ങോട്ട് പോകുന്നവരും ആറ്റത്തിന്റെ സൈസ് ചെറുതായി വരിക, അപ്പൊ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാം ന്യൂക്ലിയസിന്. ഇങ്ങോട്ട് വരുന്നവരും സൈസ് എന്ത് ചെയ്യാം, കൂടുകയാണ്. പെട്ടെന്ന് അട്രാക്ട് ചെയ്യോ ഇല്ല. മക്കളെ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.